ഗുഡ് ഈവനിങ് ഓൾ. നേഴ്സ് സക്സസ് മാറ്റി കരിയർ പോയിന്റ് മറ്റൊരു യൂട്യൂബ് സെക്ഷനിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. DME ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് എക്സാം, അതുപോലെ DHS JPHN എക്സാം, അതുപോലെ തന്നെ NCA കാറ്റഗറീസിന്റെ JPHN എക്സാം, അതുപോലെ തന്നെ IMSന്റെ ANM എക്സാം, ഓക്സിലറി നേഴ്സ് മിഡ്വൈഫ് എക്സാം, അതുപോലെ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷന്റെ എക്സാം, ഇതെല്ലാം ഏപ്രിൽ 26-ന് എക്സാം ഡേറ്റ് ശനിയാഴ്ച വന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അതിന്റെ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് എല്ലാവർക്കും മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഇതിന് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 19-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഈ എക്സാമുകൾക്ക് കൺഫർമേഷൻ കൊടുക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ധാരാളം സംശയങ്ങൾ ഉള്ളത് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ടത്. സോ ഇതിനൊക്കെയുള്ള എല്ലാ നിങ്ങളുടെ സംശയങ്ങൾക്കുമുള്ള നിങ്ങൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകും. സോ JPHN എക്സാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഈ എല്ലാ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് ഏപ്രിൽ 26-നാണ് അല്ലെ? സോ തന്നെ പലർക്കും ഒത്തിരി സംശയങ്ങളുണ്ട്. ഈ ഇത്രയും എക്സാം എല്ലാം കൂടി ഒറ്റ എക്സാം ആണോ? ഇപ്പൊ എങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് ഉണ്ടാവുക? ഈ 5 എക്സാം അപ്ലൈ ചെയ്തവർക്ക് ഞങ്ങൾക്ക് ഏതൊക്കെ എക്സാമിനാണ് കൺഫർമേഷൻ കൊടുക്കാൻ പറ്റുക? എത്ര എക്സാമിന് എനിക്ക് കൺഫർമേഷൻ കൊടുക്കും? അതുപോലെ തന്നെ എനിക്ക് എക്സാം സെന്റർ എങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും? അതുപോലെ ഓരോ ജില്ലയിലും അപേക്ഷിച്ച് എണ്ണം എത്രയാണ്? കട്ട് ഓഫ് മാർക്ക് എത്രയായിരിക്കും? ഇങ്ങനെ കുറേ അധികം സംശയങ്ങളാണ് ഞങ്ങൾക്ക് മെസ്സേജിലായിട്ട് വന്നത്. സോ ഇതിന് ഓരോന്നിനുമുള്ള കൃത്യമായ ആൻസർ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് കേട്ടോ. സോ JPHN PSC എക്സാം എന്ന് പറയുന്നത് കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 19 വരെയാണ്. സോ ഇനി ഒരാഴ്ച കൂടിയാണ് ടൈം ഉള്ളത്. സോ എല്ലാവരും നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കണം. സോ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ കുറേ അധികം സംശയങ്ങൾ പലർക്കും ഉണ്ട്. അതായത് ഞാൻ കൺഫർമേഷൻ കൊടുത്തിട്ട് എക്സാമിന് വരാതിരുന്നാൽ എന്റെ പ്രൊഫൈൽ ബ്ലോക്ക് ആകുമോ? ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാം. പലപ്പോഴും നിങ്ങൾ മെസ്സേജുകളിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ എക്സാം കൺഫർമേഷൻ കൊടുത്തിട്ട് എക്സാം എഴുതിയാൽ PSC പ്രൊഫൈൽ ബ്ലോക്ക് ആകുമെന്നൊരു ഇടയ്ക്കൊരു വാർത്ത ഉണ്ടായിരുന്നു. അത് സത്യമാണോ? ഇങ്ങനെ ഒരു തീരുമാനം PSC എടുത്തത് തന്നെയാണ് കോവിഡ് സമയത്തൊക്കെ. കാരണം ഒത്തിരി പേര് എക്സാം അപ്ലൈ ചെയ്തിട്ട് 10 പേര് പോലും എക്സാം എഴുതാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഒത്തിരി PSCക്ക് നഷ്ടങ്ങൾ വരുന്നത് കൊണ്ടാണ് ഈ ഒരു കൺഫർമേഷൻ കൊടുക്കുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിയത്. അപ്പോൾ നിലവിൽ ശരിക്കും പറഞ്ഞാൽ കൺഫർമേഷൻ നമ്മൾ എക്സാം എഴുതിയില്ലെങ്കിൽ പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലില്ല. ഈ ഇടയ്ക്കൊരു വാർത്ത ഉണ്ടായിരുന്നു, 3 തവണയിൽ കൂടുതൽ നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തിട്ട് എക്സാം എഴുതിയില്ല എങ്കിൽ നിങ്ങളുടെ PSC പ്രൊഫൈൽ ബ്ലോക്ക് ആകുമെന്നുള്ളത്. അങ്ങനെയും ഒരു തീരുമാനം നിലവിൽ നടപ്പിലായിട്ടില്ല കേരള PSCയിൽ. വാർത്തകൾ കൊണ്ട് തീരുമാനങ്ങൾ PSCയിൽ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ നിലവിൽ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കൺഫർമേഷൻ കൊടുത്തിട്ട് എക്സാം എഴുതിയില്ലെങ്കിൽ നിങ്ങളെ ഒരു തരത്തിലും അത് ബാധിക്കുന്ന കാര്യമല്ല. അല്ലെങ്കിൽ അടുത്ത DME സ്റ്റാഫ് PSC എഴുതാനോ ഒന്നും നിങ്ങൾ ബാധിക്കത്തില്ല. സോ എല്ലാവരും നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുമെങ്കിൽ ഇല്ലെങ്കിൽ എക്സാം എഴുതാൻ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമില്ല. എമർജൻസി ആയിട്ട് ലീവ് എടുത്തെങ്കിലും വന്ന് എക്സാം എഴുതാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇൻഫർമേഷൻ കൊടുക്കുക കിട്ടും. സോ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തിട്ട് എമർജൻസി എന്തെങ്കിലും വന്ന് എക്സാം എഴുതിയില്ല എങ്കിലും PSC പ്രൊഫൈലിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. സോ അങ്ങനെ ഒരു തീരുമാനം നിലവിൽ വന്നിട്ടില്ല. നിങ്ങളുടെ പ്രൊഫൈൽ ബ്ലോക്ക് ആകുന്ന ഒരു തീരുമാനം നിലവിൽ വന്നിട്ടില്ല കേട്ടോ. രണ്ടാമത്തെ കാര്യം, ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആവുന്നത് 11/4/2025 മുതലാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയുക. എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് 26/4/2025 സാറ്റർഡേ മുതലാണ്. സോ സാറ്റർഡേ ആണ് എക്സാം ഡേറ്റ് വന്ന്. ടൈം നമുക്ക് ഇപ്പോഴും ആയിട്ടില്ല. അപ്പൊ നമ്മുടെ ഹോൾ ടിക്കറ്റ് വരുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ. എക്സാമിന്റെ മാർഗം എന്ന് പറയുന്നത് ടോട്ടൽ 100 ചോദ്യങ്ങളാണ്. 90 മിനിറ്റ് ആണ് ടൈം ആയിട്ട് വരിക നിങ്ങൾക്ക്. അതായത് 1 hour 30 minutes ആണ് ഈ 100 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ടൈം ആയിട്ട് കിട്ടുക. നെഗറ്റീവ് മാർക്കിംഗ് 0.33 മാർക്സ് ആണ്. ഓരോ ചോദ്യങ്ങൾക്കും 1 മാർക്കും, ശരി ഉത്തരത്തിന് 1 മാർക്കും, തെറ്റായ ഉത്തരത്തിന് 0.33 മാർക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. കൺഫർമേഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് മെയിലിലൂടെയും നിങ്ങളുടെ മെസ്സേജിലൂടെ നിങ്ങൾക്ക് OTP വരും. അതിലൂടെയാണ് നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കേണ്ടത്. പിന്നെ അറിയേണ്ട കാര്യം, സാർ എനിക്ക് എത്ര എക്സാമിന് കൺഫർമേഷൻ കൊടുക്കാൻ പറ്റും? ഇപ്പൊ ചില റിസർവേഷൻ കാറ്റഗറിക്കാർക്കൊക്കെ 6 എക്സാം ഒക്കെ ഉണ്ട്. 5 6 ഒക്കെ എക്സാം അപേക്ഷിച്ചവരുണ്ട്. അപ്പൊ എനിക്ക് ഇതിലെല്ലാം കൺഫർമേഷൻ കൊടുക്കാൻ കഴിയുമോ? ഇതായിരുന്നു കുറേ അധികം പേരുടെ സംശയം. ഉറപ്പായിട്ടും നിങ്ങൾ ഒരു എക്സാമിനല്ല കൺഫർമേഷൻ കൊടുക്കേണ്ടത്. ഈ 26-ാം തീയതി നടക്കുന്ന എല്ലാ എക്സാമിനും നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാൻ കഴിയും. കൺഫർമേഷൻ നിങ്ങൾ കൊടുത്താൽ മാത്രമേ ആ റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കുള്ളൂ. മനസ്സിലാക്കേണ്ട കാര്യം, ഈ എല്ലാ കാറ്റഗറിയുടെ എക്സാമും ഒറ്റ എക്സാമാണ്.
ഇത്രയും കാറ്റഗറിയുടെ ANM എക്സാം ആണെങ്കിലും IMS-ന്റെ ആണെങ്കിലും സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷന്റെ ആണെങ്കിലും DHS-ന്റെ DME NCA വേക്കൻസീസിന്റെ ആയാലും എല്ലാ എക്സാമും ഒറ്റ സിംഗിൾ എക്സാം ആണ്. ഒരേ ഒരു എക്സാമേ ഉള്ളൂ. ഈ ഒരു എക്സാമിൽ നിന്ന് നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് ഓരോ റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങൾ ഉൾപ്പെടണം. നിങ്ങളൊരു മുസ്ലിം DME-ക്കും അപേക്ഷിച്ചിട്ടുണ്ട്, DHS-നും അപേക്ഷിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷന്റെ എക്സാമിന് അപേക്ഷിച്ചിട്ടുണ്ട്, NCA മുസ്ലിം വേക്കൻസിക്ക് അയച്ചിട്ടുണ്ടെന്ന് കരുതുക. നിങ്ങളുടെ കിട്ടിയ മാർക്കിനനുസരിച്ച് നിങ്ങൾ ആ മുസ്ലിമിന്റെ ലിസ്റ്റ് ഇടുന്ന ആദ്യത്തെ 10 പേരെയാണ് ലിസ്റ്റ് ഇടുന്നതെങ്കിൽ ആദ്യത്തെ 10 മാർക്ക്, ഏറ്റവും കൂടിയ 10 മാർക്ക് നിങ്ങളുടെ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ മുസ്ലിമിന്റെ NCA വേക്കൻസിയുടെ റാങ്ക് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടാവും. ക്ലിയർ അല്ലേ? 10 പേരാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യത്തെ 10 പേരുടെ മാർക്കിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും. DHS നിങ്ങൾ ഏത് ജില്ലയാണോ അപേക്ഷിച്ചത് ആ ജില്ലയിൽ നിങ്ങൾക്ക് കട്ട് ഓഫ് മാർക്കിന് മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ജില്ലയുടെ മെയിൻ ലിസ്റ്റിൽ അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടാവും. ഇനി DME-യുടെ വരുമ്പോൾ ഓൾ കേരള ഒറ്റ ലിസ്റ്റ് ആണ് അല്ലേ? സോ ആ നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് ആ ഒരു കട്ട് ഓഫ് മാർക്കിന്റെ മുകളിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ DME സ്റ്റാഫ് DME JPHന്റെ ഓൾ കേരള ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടും. ഇനി സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷന്റെ മാർക്കിലും ആദ്യ മാർക്കിൽ കട്ട് ഓഫ് മാർക്കിന് മുകളിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടും. അപ്പൊ ഒരു എക്സാമിൽ നിന്ന് തന്നെ ഈ ഓരോ റാങ്ക് ലിസ്റ്റും പ്രിപ്പയർ ചെയ്യും. നിങ്ങളുടെ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് ആയാലും അല്ലെങ്കിൽ ജില്ലാതല റാങ്ക് ലിസ്റ്റ് എല്ലാം ഈ ഒറ്റ എക്സാമിൽ നിന്ന് തന്നെയാണ് തയ്യാറാക്കുന്നത്. നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് നിങ്ങൾ ഇതിലെല്ലാം ഉൾപ്പെടും. ക്ലിയർ അല്ലേ? ഒറ്റ എക്സാം തന്നെയാണ്. ഇതിനെല്ലാ എക്സാമിനും നിങ്ങൾ എല്ലാ റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കും. അല്ല നിങ്ങൾക്ക് DME-യിലേക്ക് മാത്രമല്ല DHS-ലേക്ക് മാത്രമല്ല കൺഫർമേഷൻ കൊടുക്കാൻ എല്ലാ എക്സാമിനും നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളെ ആ എക്സാമുകളിലേക്ക് ആ എക്സാമിന്റെ റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ. സോ കൺഫർമേഷൻ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഏതൊക്കെ എക്സാം അപ്ലൈ ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തിരിക്കണം. അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കുക വേണം ഓരോന്നും. ക്ലിയർ അല്ലേ? യെസ്. പിന്നെ നിങ്ങൾക്ക് എക്സാം സെന്റർ നോർമലി നിങ്ങളുടെ ഹോം അഡ്രസ്സിന്റെ ഏറ്റവും നിയറസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാം സെന്റർ കിട്ടുന്നത് കേട്ടോ. സോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഒറ്റ സിംഗിൾ എക്സാം തന്നെയാണ്. സോ ഇതിലെല്ലാം ചിലർക്ക് 5 എക്സാം കാറ്റഗറിയിലൊക്കെ നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട്. സോ അതിലെല്ലാം റാങ്ക് ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾ ഏതൊക്കെ എക്സാമിന് അപ്ലൈ ചെയ്തോ അതിലെല്ലാം കൺഫർമേഷൻ കൊടുക്കുക കേട്ടോ. ക്ലിയർ അല്ലേ? യെസ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഇപ്പോഴത്തെ JPH എക്സാമിന് DME എക്സാമിനും DHS മറ്റു ഞാൻ IMS-ന്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. JPH-ന്റെ എക്സാം DME-യുടെ DHS-ന്റെ ഓരോ ജില്ലയിലും ഇപ്പൊ എത്ര പേര് അപേക്ഷിച്ചിട്ടുണ്ട്, ഓരോ ജില്ലയിലും അതുപോലെ സ്റ്റേറ്റ് വൈഡ് എക്സാമിൽ എത്ര പേര് അപേക്ഷിച്ചിട്ടുണ്ട്, അതുപോലെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഇതിൽ നിന്ന് എത്ര പേർക്ക് അഡ്വൈസ് അല്ലെങ്കിൽ ജോലി കിട്ടി, അതുപോലെ കഴിഞ്ഞ എക്സാമിൽ ഈ ഓരോ ജില്ലയിലും അല്ലെങ്കിൽ ഈ ഓരോ എക്സാമിന്റെ കട്ട് ഓഫ് മാർക്ക് എത്രയായിരുന്നു, ഈ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു സ്ലൈഡിലൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. സോ DME JPH PSC ഇത്തവണത്തെ ടോട്ടൽ ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് 23,626 ആണ്. കഴിഞ്ഞ എക്സാമിൽ വളരെ കുറച്ച് പേരായിരുന്നു. സോ നിങ്ങൾക്കറിയാം കഴിഞ്ഞ എക്സാം എന്ന് പറയുന്നത് ആ ഒരു കേസ് കഴിഞ്ഞിട്ടൊക്കെ നടന്ന എക്സാമുകളാണ്. അതിൽ ടോട്ടൽ അപ്പോയിന്റ്മെന്റ് നടന്നത് 26 അപ്പോയിന്റ്മെന്റ് ആണ്. ഇതുവരെ നടന്നിട്ടുള്ളത് ടോട്ടൽ 26 അപ്പോയിന്റ്മെന്റ് ആണ്. കഴിഞ്ഞ DME JPH എക്സാമിന്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 67.33 മാർക്കായിരുന്നു. ഇനി DHS JPH-ന്റെ ഓരോ ജില്ലയുടെയും ഇപ്പോഴത്തെ എക്സാമിന് അപേക്ഷിച്ചവരുടെ എണ്ണവും കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് എത്ര പേർക്ക് ജോലി ലഭിച്ചു, കഴിഞ്ഞ എക്സാമിൽ കട്ട് ഓഫ് മാർക്ക് എത്രയായിരുന്നു, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. കഴിഞ്ഞ എക്സാമില് നമുക്കറിയാം ഓൾറെഡി കേസ് നടന്നവരെ ഉൾപ്പെടുത്തിയാണ് രണ്ടാമത് ലിസ്റ്റ് വന്നത്. സോ പുതിയതായിട്ട് BSc GNM MSc-ക്കാർക്ക് അപേക്ഷിക്കാമെന്നൊരു ഓർഡർ വന്നുവെങ്കിൽ പലർക്കും ഇത് അറിയത്തുണ്ടായിരുന്നില്ല നേരത്തെ. സോ അതുകൊണ്ട് തന്നെ അപേക്ഷിച്ച എണ്ണമൊക്കെ വളരെ കുറവായിരുന്നു. സോ ചില ജില്ലകളിലൊക്കെ എഴുതി എല്ലാവർക്കും ജോലി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, മെയിൻ ലിസ്റ്റ് ഉൾപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ട്രിവാൻഡ്രം ജില്ലയിലാണെങ്കിൽ ടോട്ടൽ ഇപ്പോഴത്തെ എക്സാമിന് അപേക്ഷിച്ചത് 2,976 പേരാണ്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 144 പേർക്ക് ജോലി ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ എക്സാമിന്റെ കട്ട് ഓഫ് 51 മാർക്കായിരുന്നു JPH എക്സാമിന്റെ കട്ട് ഓഫ്. കൊല്ലം ജില്ലയാണെങ്കിൽ ഇത്തവണ അപേക്ഷിച്ചവരുടെ എണ്ണം 1,399 ആണ്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 159 പേർക്ക് ജോലി ലഭിച്ചിട്ടുണ്ട്. കട്ട് ഓഫ് മാർക്ക് 17.67 മാത്രമായിരുന്നു. പക്ഷെ ഇതൊന്നും കണ്ട് ഇത്തവണ നിങ്ങൾ ഇതായിരിക്കും എന്ന് പ്രതീക്ഷിക്കേണ്ട, കാരണം ഞാൻ അടുത്ത് പറയാം. പത്തനംതിട്ട ജില്ലയാണെങ്കിൽ 835 പേരാണ് ഇപ്പൊ അപേക്ഷിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 62 പേർക്ക് ജോലി ലഭിച്ചിട്ടുണ്ട്. 44.33 മാർക്കായിരുന്നു കഴിഞ്ഞ എക്സാമിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. കോട്ടയം ജില്ലയാണെങ്കിൽ 1,640 പേരാണ് ഇപ്പൊ അപേക്ഷിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും 131 പേർക്ക് ജോലി ലഭിച്ചിട്ടുണ്ട്. കട്ട് ഓഫ് മാർക്ക് 16.33 മാർക്ക് മാത്രമായിരുന്നു. ആലപ്പുഴ ജില്ലയാണെങ്കിൽ ഇത്തവണ 1,434 പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ലിസ്റ്റിൽ 130 പേർക്ക് ജോലി ലഭിച്ചു. കട്ട് ഓഫ് മാർക്ക് 14.67 മാർക്കായിരുന്നു.
എറണാകുളം ജില്ല ഇത്തവണ അപേക്ഷിച്ചത് 1469 പേരാണ്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 112 പേർക്ക് ജോലി ലഭിച്ചു. കഴിഞ്ഞ ലിസ്റ്റിൽ കട്ട് ഓഫ് മാർക്ക് 28 മാർക്കായിരുന്നു. ഇനി ഇടുക്കി ജില്ലയിൽ ഇത്തവണ 896 പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ലിസ്റ്റിൽ 131 പേർക്ക് ജോലി ലഭിച്ചിട്ടുണ്ട്. കട്ട് ഓഫ് മാർക്ക് ഉണ്ടായിരുന്നില്ല. അതായത് എഴുതി എല്ലാവരെയും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സോ കട്ട് ഓഫ് അവിടെ ഇല്ലായിരുന്നു കേട്ടോ. തൃശ്ശൂർ ജില്ലയാണെങ്കിൽ 1511 പേരാണ് ഇത്തവണ അപേക്ഷിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 158 പേർക്ക് നിയമനം ലഭിച്ചിട്ടുണ്ട്. കട്ട് ഓഫ് മാർക്ക് 38.67 മാർക്കാണ്. പാലക്കാട് ജില്ല ഇത്തവണ 1666 പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത്. 112 പേർക്ക് കഴിഞ്ഞ ലിസ്റ്റിലും ജോലി ലഭിച്ചു. കട്ട് ഓഫ് മാർക്ക് 45.67 മാർക്ക്. വയനാട് ജില്ല 665 പേരാണ് ഇത്തവണ അപേക്ഷിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ലിസ്റ്റിൽ 21 പേർക്കാണ് ജോലി ലഭിച്ചത്. കട്ട് ഓഫ് മാർക്ക് 45.67 ആയിരുന്നു. മലപ്പുറം ജില്ല 1520 പേരാണ് ഇത്തവണ അപേക്ഷിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ലിസ്റ്റിൽ 191 പേർക്ക് ജോലി ലഭിച്ചു. കട്ട് ഓഫ് മാർക്ക് 47.33 മാർക്കാണ്. കോഴിക്കോട് ജില്ല ഇത്തവണ അപേക്ഷിച്ച് 2009 പേരാണ്. 110 പേർ കഴിഞ്ഞ ലിസ്റ്റിൽ ജോലി ലഭിച്ചിട്ടുണ്ട്. കട്ട് ഓഫ് മാർക്ക് 38.67 ആയിരുന്നു. കണ്ണൂർ ജില്ല 792 പേരാണ് ഇത്തവണ അപേക്ഷിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ലിസ്റ്റിൽ 124 പേർ ജോലി ലഭിച്ചിട്ടുണ്ട്. കട്ട് ഓഫ് മാർക്ക് 24.33 ആയിരുന്നു. കാസർഗോഡ് ജില്ല ഇത്തവണ അപേക്ഷിച്ച് 639 പേരാണ്. അഡ്വൈസേഴ്സ് കഴിഞ്ഞ ലിസ്റ്റിലും ജോലി ലഭിച്ച 64 പേർക്കാണ്. കട്ട് ഓഫ് മാർക്ക് ഉണ്ടായിരുന്നില്ല. സോ ഇത്രയും അങ്ങനെ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് DHL 1600 പോസ്റ്റിംഗ് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇത്തവണ അത്രയും പോസ്റ്റിംഗ് നടക്കില്ല. കാരണം കഴിഞ്ഞ നിങ്ങൾക്ക് അറിയുന്ന പോലെ സാഹചര്യമാണ്. കാരണം കേസൊക്കെ കഴിഞ്ഞ് ഒത്തിരി ടൈം എടുത്തിട്ട് നടന്ന എക്സാം ആയതുകൊണ്ട് തന്നെ കുറേയധികം വേക്കൻസി ആ സമയത്ത് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഈ 1600 സംതിങ് ഒക്കെ പോസ്റ്റിംഗ് നടന്നത്. എങ്കിലും അതിന്റെ ഒരു 50% എങ്കിലും ഇത്തവണയും നിയമനം നടക്കും അടുത്ത 3 വർഷം കൊണ്ട്. കാരണം ഇപ്പൊ തന്നെ 100-ലധികം ഒഴിവുകൾ ഇപ്പൊ തന്നെ നിലവിൽ റിപ്പോർട്ടഡ് ആണ്. 150ഓളം ഒഴിവുകൾ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ലിസ്റ്റ് എന്തെങ്കിലും അതിന്റെ പകുതിയെങ്കിലും നടക്കുമെന്നുള്ളത് ഉറപ്പാണ്. അത്യാവശ്യം നല്ല പോസ്റ്റിങ്ങുകൾ തന്നെയാണ്. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ കട്ട് ഓഫ് മാർക്ക് ഈ കാണുന്നത് വെച്ച് നിങ്ങൾ ഒരു കാരണവശാലും ഇപ്പൊ വിലയിരുത്തണം. കാരണം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ എക്സാം പലർക്കും അറിയില്ല GNM, BSc, MSc ഒക്കെ അപേക്ഷിക്കാൻ കഴിയും എന്നുള്ളത്. പക്ഷെ അതിനുശേഷം നടന്ന ഇപ്പൊ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഇതിന് ശേഷം പല NCA എക്സാമുകൾ നടന്നിട്ടുണ്ട്. JPHന്റെ SC ST കാറ്റഗറിയുടെ മുസ്ലിമിന്റെ ഒക്കെ NCA കാറ്റഗറിയുടെ എക്സാമുകൾ നടന്നിട്ടുണ്ട്. JPH അതിലൊക്കെ കട്ട് ഓഫ് മാർക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. 60-ന് മുകളിൽ അല്ലെങ്കിൽ 65-ന് മുകളിലൊക്കെ ആയിരുന്നു കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. 65 റേഞ്ചിലൊക്കെയാണ് കൂടുതലും അതിനുശേഷം നമ്മുടെ എക്സാമുകളുടെ എല്ലാം കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. സോ എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം JPH എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അതിന് നല്ല മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നിങ്ങൾ എല്ലാവരും വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന് പിന്നെ അല്ലെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വർക്ക്ഔട്ട് ചെയ്തൊക്കെ നിങ്ങൾക്ക് വളരെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന എക്സാമുകൾ തന്നെയായിരുന്നു. സോ നന്നായിട്ട് പഠിക്കുക, സിലബസ് അറിഞ്ഞു പഠിക്കുക, എക്സാമിന് അറിഞ്ഞു പഠിക്കുക. കൃത്യമായ സിലബസ് ബേസ്ഡ് ആയിട്ട് തന്നെ കൃത്യമായി പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസിസിൽ തന്നെ ANMന്റെ JPHന്റെയും കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസറും പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഓഫീസറും ട്രീറ്റ്മെന്റ് ഓർഗനൈസറുള്ള എക്സാമുകളുടെ എല്ലാം JHയുടെ ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് തന്നെ കൃത്യമായ സിലബസ് മനസ്സിലാക്കി തന്നെ പഠിക്കുക കേട്ടോ. ഇത് നല്ല ഓപ്പർച്യൂണിറ്റികളാണ്. ഒരു എക്സാമിന് പഠിച്ചാൽ 4ഓളം അവസരങ്ങളാണ്, അല്ലെങ്കിൽ 4 ശരിക്കും അല്ലെ. DME, PSc, പിന്നെ ഞാൻ പറഞ്ഞു DHS, JPH, DME, JPH, NC വേക്കൻസീസ്, IMSന്റെ എക്സാമുകൾ, പിന്നെ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷന്റെ എക്സാം, എല്ലാം അവസരങ്ങളുണ്ട്. സോ നന്നായിട്ട് പഠിക്കുക, സിസ്റ്റമാറ്റിക് ആയിട്ട് സിലബസ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. സോ നമ്മുടെ JPH അൾട്ടിമേറ്റ് ക്രാഷ് കോഴ്സിന്റെ അഡ്മിഷൻ ഫെബ്രുവരി 15-ന് ക്ലോസ് ചെയ്യാണ്. അതിന് മാത്രമായിരിക്കും അഡ്മിഷൻ ഉണ്ടാവുക. സോ ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്ര പേരും ജോയിൻ ചെയ്ത് പഠിക്കുക. കാരണം വളരെ ടൈം കുറവാണ്. പഠിച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. അതിൽ DME സ്റ്റാഫ് നേഴ്സ് PSc പ്ലസ് JPH കമ്പൈൻഡ് ബാച്ചിന്റെ ലാസ്റ്റ് ബാച്ചിന് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് സമയം കളയാതെ പഠിച്ചു തുടങ്ങുക. നേഴ്സസ് സക്സസ് മാജിക് ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ഏറ്റവും മികച്ച ആപ്പിനോടൊപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ 2 എക്സാമുകളിൽ നിങ്ങൾക്ക് മാജിക് സൃഷ്ടിക്കാൻ കഴിയും. സോ നന്നായിട്ട് പഠിക്കുക. ആരാണോ കൃത്യമായ സിലബസ് അനുസരിച്ച് കൃത്യമായ സ്ട്രാറ്റജികളിലൂടെ കംപ്ലീറ്റ് സിലബസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും മോഡൽ എക്സാമുകളും OMR എക്സാമുകളും എല്ലാം ബേസിസിൽ നന്നായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ആരാണോ ഉറപ്പായിട്ടും അവർക്ക് നല്ല വിജയങ്ങൾ നേടാൻ കഴിയും. സോ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിക്കുക, സിലബസ് അറിഞ്ഞു പഠിക്കുക, കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. ആ ഒരു എക്സാമിന്റെ സിലബസ് PSc തന്നിട്ടുണ്ടെങ്കിൽ ആ സിലബസ് പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ എക്സാം പാസ്സാവാൻ പറ്റുള്ളൂ. സോ അത് മനസ്സിലാക്കി പഠിക്കുക, കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. സോ അങ്ങനെയുള്ളവർക്ക് ഉറപ്പായിട്ട് വിജയിക്കാൻ കഴിയും. സോ നിങ്ങൾക്കെല്ലാം ഈ വർഷം ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്.